ഹെലനോസ് പാട്ര പാട്ര അത് സ്ഥലപ്പേരല്ലേ? എന്തൊരു പാട്ടെങ്കിലും ആവട്ടെ. മദ്യപിച്ച് വാഹനം ഓടിച്ചു, അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് വാഹനം നിർത്താതെ പാഞ്ഞു പറിച്ചു ഓടി. പോലീസ് കൈ കാണിക്കുന്നു, വാഹനം നിർത്തിയില്ല, ഒറ്റ പാച്ചിൽ. രാത്രി 12 മണിയായപ്പോഴായിരുന്നു സംഭവം. വാഹനത്തിന് കൈ കാണിക്കുന്നു, ഇവർ നിർത്താതെ പോകുന്നു. ഭാര്യയും ഭർത്താവും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിർത്താതെ പാഞ്ഞു പറിച്ചു പോകുന്നു. നാഷണൽ ഹൈവേ 66-ൻ്റെ മധ്യത്ത് കൊണ്ടുവന്ന് ആ വണ്ടി നിർത്തി. സംഭവം ദാ കിടക്കണം. അവിടെ വെച്ച് ചോദ്യം ചെയ്തു, വണ്ടി പിടിച്ചെടുത്തതിന് ശേഷം പുള്ളിക്കാരിക്ക് അവസാനം വണ്ടി വിട്ടുകൊടുത്തു. അപ്പം ന്യൂസ് ഒന്ന് കേൾക്കാം. ഹെലനോഫ് സ്പാട്ട എന്ന പേരിൽ സജീവമായ ധന്യ സാറിനെതിരെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് കേസെടുത്തത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് യൂട്യൂബർ പോലീസ് പരിശോധനയിൽ കുടുങ്ങിയത്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ അണങ്കൂരിലെ ദേശീയപാത 66-ൽ പരിശോധന നടത്തുന്നതിനിടെയാണ് സംഭവം. പോലീസ് രേഖകൾ പ്രകാരം ഇവർ സഞ്ചരിച്ച വാഹനം ദേശീയപാതയുടെ നടുവിൽ അപകടകരമായ രീതിയിൽ നിർത്തിയിട്ട നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടു. വാഹനം പരിശോധിക്കാൻ പോലീസ് സമീപിച്ചപ്പോഴാണ് കാർ നിർത്താതെ അതിവേഗത്തിൽ മുന്നോട്ടടിച്ച് FIR-ൽ പറയുന്നു. അത് റോഡിന്റെ മധ്യത്താണ് കൊണ്ടുവന്ന് നിർത്തിയത്. ഹൈവേ റോഡിന്റെ മധ്യത്ത്. പിന്നെ കേൾക്കണോ, ഒന്നാമത് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനെന്നും പറഞ്ഞ് അത് നടക്കുന്നുണ്ട്. എവിടെ ആര് എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്താലും ചെറിയ ഒരു സൂചന കിട്ടുമെങ്കിൽ അവർ പിടിച്ചെടുത്തോണ്ട് പോകും. കൂടുതലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് എന്തായാലും ഇവരങ്ങനെയൊന്നും അല്ല. അങ്ങനെ പുള്ളിക്കാരി ഇച്ചിരി മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹെലനോസ് പാട്ട വന്ന് ചാനലിലൂടെ പറയുന്നുണ്ട്. സംഭവം പുള്ളിക്കാരി മദ്യപിച്ചു. പോലീസ് ഊതാൻ പറഞ്ഞ് ഊതാൻ പറഞ്ഞ് ഞാൻ ഊതിയപ്പം മദ്യപിച്ചിട്ടുണ്ട്. ഇച്ചിരി ബിയറേ അടിച്ചോളൂ. അത് ഒന്നും അടിക്കൂല, വല്ലപ്പോഴും ഒക്കെ അടിക്കുള്ളൂ. എന്നാലും ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. ഭർത്താവും ഭാര്യയും കൂടെ ആണ് ഇങ്ങനെ പോയത്. കാസർഗോഡ് വഴി ഇങ്ങനെ കറങ്ങി അണങ്കൂര് വഴിയൊക്കെ കറങ്ങിയൊക്കെ പോയ വഴിക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പുള്ളിക്കാരി വന്ന് എന്തായാലും പറ്റിയ അബദ്ധം പറയുന്നുണ്ട്. വാഹനം പോലീസ് പിടിച്ചതിന് ശേഷം അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് വിട്ട് കൊടുക്കും. അവർ പെറ്റിയടിച്ച് വാഹനം പണം അടയ്ക്കുമ്പോൾ അതങ്ങ് തിരിച്ചു കൊടുക്കും. അങ്ങനെ കൊടുത്തു. അതിനുശേഷം ഹെലൻ വന്നിട്ട് ഞാൻ ജയിലിലായി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷേ നമ്മളെ ജാസിയെ ഒരുപാട് ഇത് ട്രോൾ ചെയ്തതാണ്. ജാസി എന്ത് ചെയ്താലും ഹെലൻ എടുത്തു വെച്ച് പറയുമായിരുന്നു. അത് നല്ലൊരു ട്രോള് ജാസിക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ജാസി അതിന് പ്രതികരിച്ച് വന്നു. എല്ലാവരും വിചാരിച്ചു പൊന്നു സഖി പാടിക്കൊണ്ട് ഇപ്പൊ വരുമായിരിക്കും. എന്തായാലും നമുക്ക് ഹെലൻ പറയണ വാക്കൊന്ന് കേൾക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, അയ്യോ ഈ കുട്ടിക്ക് ഇത്രയും അവസ്ഥ വന്നിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞതല്ല അന്ന് പറയാൻ കാണിച്ച മനസ്സിന് തന്നെ വളരെ വളരെ സന്തോഷം. ഹെലൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇച്ചിരി ഒന്ന് കുടിച്ചു, ബിയറെ അടിച്ചോളൂ, ഇച്ചിരി ഒന്ന് ഊതാൻ പറഞ്ഞു. ഊതിയപ്പം പോലീസന്മാർക്ക് അതിൻ്റെ നാറ്റം അടിച്ച്. നമുക്ക് ബാക്കിയേക്കാം. സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു. അതൊന്നും കിട്ടിയില്ല. അതൊക്കെ ആളുകൾ പറയണതല്ലേ MDMA കിട്ടി. ഇപ്പം അതാണ്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പരത്തണത്. അത് മദ്യം കണ്ടു കിട്ടിയെന്ന് പറഞ്ഞാലും മറ്റതും കണ്ടു കിട്ടിയെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴുള്ളത്. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാറ്റിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിൻ്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി വെരി. എന്തോ സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ അതിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് മദ്യപിച്ചപ്പോൾ ഹെലനും ഇച്ചിരി ഒന്ന് കുടിച്ചത് ചിലപ്പം ഒരു കുപ്പി അകത്തോട്ട് വിട്ട് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും. എന്നാലും പൊന്നെ ഹെലനെ നീ ചെയ്തത് തെറ്റാണ് കേട്ടോ.
മദ്യപിച്ച് വാഹനം ഓടിക്കല്ല് എന്ന് പറഞ്ഞാൽ അത് കേൾക്കൂല. ഈ ആളുകൾ അത്രയും മദ്യപിച്ച് ലെക്ക് കെട്ട് വാഹനം ഓടിച്ചിട്ടാണ് അവിടെ എവിടെയും കൊണ്ടുവച്ച് ഇടിച്ചു കൊടുക്കണം. അറിയാമല്ലോ ഇപ്പം ലോകത്ത് നടക്കണം എന്താണെന്ന്. ഈ മദ്യപിക്കണവന്മാരെ ബാക്കിലായിരുന്നാലും ആണിൻ്റെ ആയിരുന്നാലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു സ്ത്രീയുടെ ബാക്കിലായിരുന്നാലും കയറി ഇരിക്കാൻ പാടില്ല. ഒന്നുകിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച് അങ്ങ് ഇടിച്ചു കൊടുക്കും. വെരി സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട. അയ്യോ, അതുകൊണ്ടാണ് കുട്ടി നിർത്താതെ പോയത്. ആ റോഡിന്റെ ലൈറ്റ് വെട്ടത്തിൽ ഹെലൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഹെലൻ നിർത്താതെ പോയത്. എൻ്റെ പൊന്ന് ഹെലനെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഹെലൻ ഇത് ഇങ്ങനെ കാണിച്ച് ഇതിന് ശേഷം ചാനലുകാർ മൊത്തം ഈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവരൊന്നും കൂടുതൽ പോലീസന്മാർ എടുത്തില്ല എന്നാണ് അറിവ്. ന്യൂസിലൊക്കെ കേട്ടതാണ്. നമ്മൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എടുക്കാത്തതിൻ്റെ കാര്യം കുട്ടി അവിടെ ചെന്ന് പണം അടച്ച് ഇതും കൊണ്ട് പോയി, വണ്ടിയും കൊണ്ട് അപ്പോഴത്തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. അതും കൊണ്ട് പോയി. പിന്നെ എന്തിനാണ് ഇനി അതിലൊരു കാര്യം ആക്കണ്ട ഒരു പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇച്ചിരി ഇങ്ങോട്ട് ന്യൂസ് കിട്ടിയ ഉടനെ എടുത്തങ്ങോട്ട് പുറത്തോട്ടിട്ട് എനിക്കൊന്നും തോന്നല്ല. ഇതിൻ്റെ ഒന്നും വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നു. അതെന്തുകൊണ്ട് വാർത്തയാക്കാത്തത്? വലിയ കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ഒരറ്റത്ത് ഇപ്പം ഹെലൻ്റെ കാര്യം മദ്യപിച്ച് വാഹനം ഓടിച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തോട്ട് കാദർ കരിപ്പൊടി പിന്നെ ഏതോ ഒരു പാവപ്പെട്ട ഗൾഫുകാരൻ്റെ കൂമ്പിടിച്ച് വാട്ടിയെന്നും പറഞ്ഞ് അതങ്ങനെ കേസ് കിടക്കണം. അത് കാദർ ഒളിവിൽ പോയി. പിന്നെ വേറെന്തോന്ന് നടക്കണത്, പിന്നെ നമ്മളെ കൃഷ്ണകുമാർ ഫാമിലിയിലത് അതങ്ങോട്ട് ഞാട്ടാടി നടക്കുന്നു. ഒരു രേണു ആണെങ്കിൽ അവിടെ കിടന്ന് കണക്കിന് അവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നു മകനെ വെച്ചിട്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇപ്പോഴത്തെ ചർച്ച. ഏതൊരു ന്യൂസ് എടുത്തിരുന്നാലും അവരെ ചർച്ച ഇത് തന്നെയാണ്. അവർക്ക് കണ്ടന്റ് വേണ്ടേ? ന്യൂസുകാർക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് നിങ്ങൾ എന്തിനാണ് ഇട്ട് കൊടുക്കണത്? അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കറക്റ്റാണ്. ഇത് പെട്ടെന്ന് തന്നെ ഏതാ ന്യൂസിൽ നിന്ന് എത്തിപ്പൂലം കിട്ടി എല്ലാ ന്യൂസുകാരും എടുത്തു വെച്ചങ്ങ് ചെയ്തു. പിന്നെ ഫുള്ള് അങ്ങ് അറിയാൻ കഴിഞ്ഞു. അത് ആളറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാർ ഓടിയത്. മദ്യപിച്ചിട്ട് കൊണ്ട് കേട്ടാ അതൊക്കെ വലിയ തെറ്റാണ്. ആരെങ്കിലും കൊണ്ടുവച്ച് ഇടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തനായിരുന്നു ഓർമ്മിച്ച് നോക്കിക്കാണ്. നീ മദ്യപിച്ചോ? വീട്ടിലാ അല്ലാതെ എവിടെയെന്ന് മദ്യപിച്ചോ? പക്ഷേ ഇത് വാഹനം ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരിതാണ് കേട്ടോ. ആർക്കെങ്കിലും ഒരു അപകടം പറ്റി നിങ്ങൾക്കാണെങ്കിൽ വിഷയമല്ല, ഓട്ടിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഓട്ടിക്കുന്ന നിങ്ങൾ, മദ്യപിച്ച് വാഹനം ഓട്ടിക്കുന്ന നിങ്ങൾ റോഡേ പോകുന്ന അല്ല കുട്ടികൾ പോവും, അമ്മൂമ്മമാർ പോവും, അപ്പൂപ്പന്മാർ പോവും, ചെറുപ്പക്കാർ പോവും, അങ്ങനെയുള്ള പാവങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് റോഡേ നടന്നു പോകുന്നവർ കാണും. പിന്നെ അതുപോലെ മറ്റുള്ള വാഹനങ്ങളിൽ അവർ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യണവർ കാണും. അവരെയൊക്കെ കൊണ്ടുവച്ച് ഇടിക്കൂലേ നിങ്ങൾ? അപ്പം പിന്നെ ഒത്തിരിയൊക്കെ ഒന്ന് ഒതുങ്ങണ്ടേ? അല്ലാതെ തന്നെ നിർത്തി എവിടെയെങ്കിലും വണ്ടി എവിടെയെങ്കിലും സൈഡ് ഒതുക്കി ഒന്ന് ഇട്ടിട്ട് ഒന്നുകിലും ഒരു കടയിലോ വല്ലയിടത്താ കയറണമെങ്കിൽ ചിലപ്പം അങ്ങനെയും കൊണ്ടുവച്ച് വണ്ടിയിൽ ഇടിക്കണതുകൊണ്ട് കടകൾ ഇടിച്ചെടുത്തോണ്ട് പോണതുകൊണ്ട് അവന്മാർ മദ്യപിച്ചിട്ട് കാണിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണ്. അപ്പം ഓർമ്മയുണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാൻ നടക്കുകയാണ്. ആര് എവിടെ ഇങ്ങനെയുള്ള പ്രവൃത്തി ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. അപ്പോഴേ നിങ്ങൾ രഹസ്യമൊഴി കൊടുത്തോളണം. ഇങ്ങനെ ഉള്ള തെണ്ടിത്തരങ്ങൾ ആരെങ്കിലും കാണിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും വല്ല ഉപദ്രവം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കണം. അവരവിടെ അത് പരസ്യമാക്കൂല. അതാണ് കാര്യം. അവരിന്ന ആളാണ് പറഞ്ഞെന്ന് പോലും പറയൂല. അവന്മാരെയൊക്കെ പിടിച്ച് അകത്തിടണം. അങ്ങനെ ഒരു നിയമം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞ് ഒരുപാട് പേരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. പെറ്റി അടിക്കണമെന്നുണ്ടെങ്കിൽ ഊതുന്ന സാധനത്തിൽ ഊതാൻ പറഞ്ഞത്. അങ്ങനെ എടുത്തോണ്ട് വന്നിട്ട് പെറ്റി അടിക്കാണ്. അപ്പോഴും ഊതാൻ പറഞ്ഞ പുള്ളിക്കാരി ഇങ്ങനെ ഊതിക്കൊടുത്ത് പോലീസന്മാർ മൂക്കും പൊത്തി മാറി.
ഇപ്പം മനസ്സിലായി ഹെലൻ വളഞ്ഞ് വണ്ടി ഓട്ടിച്ച് അല്ലെങ്കിൽ സ്പീഡ് കൂടി ഇത് രണ്ട് കാര്യവും പോലീസിന് മനസ്സിലായതുകൊണ്ടാണ് നിർത്താൻ പറഞ്ഞത്. അതിന് ആളുകൾ പറഞ്ഞുണ്ടാക്കി അതിലെന്തോ വേറെന്തോ കനക കെട്ടി കൊണ്ടുപോവേണ്, ഹെലൻ കൊണ്ടുപോവേണ്. കുട്ടി വന്നിരുന്ന് പറഞ്ഞല്ലോ, നല്ലതുപോലെ പറഞ്ഞു. ഞാൻ ഒത്തിരി കഴിച്ചു, ഞാൻ ബിയർ കഴിച്ചു എന്നാണ് പറഞ്ഞത്. പാവം, നല്ല മനസ്സുള്ള കുട്ടി. അതെടുത്തിട്ട് വന്നു ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല. അത് ശരിയാണ്. എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ വേറെ ഉള്ളവർക്ക്, അതാണ് പറഞ്ഞ റോഡേ പോണവർക്കായിരുന്നാലും വല്ല അപകടമോ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ഒക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചിട്ട് അതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, അതിന് അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും, കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവുമെന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം, കാരണം ഞാൻ 101% മുമ്പൊക്കെ ഇരുന്നവരെ മദ്യപിക്കണവരെ പറ്റിയും അതിൻ്റെ ദോഷങ്ങളെ പറ്റിയൊക്കെ ഇന്ന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നു. അവരെ വീട്ടിലെന്ന് ഹെലൻ്റെ പപ്പയെ ആരും ഒരു തുള്ളി മദ്യം പോലും തൊടൂല, അവരാരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്നിരുന്നു പറഞ്ഞു കേട്ടോ. അന്നത്തെ കാലം പോട്ടെ, അതൊക്കെ ഒരുപാട് നാളായി, അതൊക്കെ കഴിഞ്ഞു പോയി. അവർ ഇത്തിരി അടിക്കണമെന്ന് തോന്നി, ഇത്തിരി എന്നാൽ അടിച്ചു. അത് ഹെലൻ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും അടിക്കൂല, ചില സമയത്ത് ഞാൻ അടിക്കും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് കുട്ടിക്ക് നാക്ക് തിരിയാതെ വന്നു പോയത് കൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴൊന്നും അടിക്കില്ല, ഞാൻ ചിലപ്പോഴൊക്കെ നല്ല ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പം സന്തോഷം കൊണ്ട് ആറാടി അർമാദിച്ച് ഞാൻ അടിക്കും. പിന്നെ ഈ എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇറക്കിയത് ജനങ്ങൾക്ക് മദ്യപിക്കാനല്ലേ? ഈ മദ്യം ഇറക്കിയത് എന്തിനാണ്? മദ്യപിക്കാനല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ മദ്യവും കൂടെ അങ്ങ് നിർത്തലാക്കൂലേ? ഈ മദ്യം നിർത്തലാക്കിയെങ്കിൽ എന്തുമാത്രം കുടുംബങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. ഈ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. ഇത് തൂഫാൻ നടക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് സർക്കാർ ഇത് ചെയ്യുന്നില്ല? സർക്കാർ ഇത് അങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? പണത്തിന് വേണ്ടി. ഈ പാവപ്പെട്ടവന്മാരായിരുന്നാലും അവന്മാർ ചിലപ്പോൾ ജോലിക്ക് പോവാതെ ഭാര്യമാർ കൊണ്ടുവരണത് അതും പിഴിഞ്ഞെടുത്തും കൊണ്ട് അവന്മാർ കുടിക്കാൻ പോകും. അവളെയൊക്കെ 2-3 വഴിക്ക് കൊടുത്തിട്ട് കുടിക്കാൻ പോകും. അതുപോലെ അവന്മാരാണെങ്കിൽ അവന്മാരിപ്പോൾ ഇന്ന് ഇറങ്ങി ജോലിക്ക് പോയെന്നിരിക്കട്ടെ, വീട് നോക്കണവന്മാരായിരിക്കൂല, അപൂർവം ചിലതേ കാണുള്ളൂ. അവന്മാർ കൊണ്ടുപോയി മദ്യപിച്ചിട്ട് വന്ന് ഭാര്യരെ മുതുവഴിക്ക് കൊടുക്കും. ഇതൊക്കെ കാണാനാണ് നമ്മുടെ സർക്കാർ ഇരിക്കുന്നത്. അതുകൊണ്ട് മദ്യം നിർത്തലാക്കൂല, മദ്യം ഇങ്ങനെ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മളെ ലോകത്തുള്ള ഈ തൂഫാൻ പിടിക്കുന്നതിനനുസരിച്ച് ഇവിടെ മദ്യത്തിൻ്റെ ഇതിൻ്റെ ലഹരി അങ്ങ് തലയ്ക്ക് മുകളിൽ തലയ്ക്ക് കയറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നത്. കുടുംബം തന്നെ തകർന്നു പോണത് ഈ മദ്യം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എൻ്റെത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമായി ആ ഒരു സംഭവം. ഇതിപ്പം മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതാണ് തെറ്റ്. വാഹനം മദ്യപിച്ചിട്ട് നിങ്ങൾ വന്ന് വീട്ടിൽ അലങ്കോലമാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അവരെ മുതുവഴിക്കൊന്നും കൊടുക്കണേനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ കൊടുക്കാനാണ് പറയണത്. ഇതിപ്പോ വാഹനം ഓടിക്കുന്നത് അല്ലാതെ അത് എല്ലാം കണക്ക് തന്നെ. കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ചുപേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നുകുട്ടി വെറുതെ എന്തിനു ശരീരം പാഴിക്കളയണ, അത് വേണ്ട, അങ്ങ് മതിയാക്കി കളയൂ കുട്ടി.
അത് എൻ്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യമല്ല, പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എൻ്റെ നമ്പർ ഒന്നും എഴുതിയിട്ടോ, ഞാൻ വെക്കാം ഇവിടെ, ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് കോമഡിയൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. 3550 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്, തമാശകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഉള്ളിനകത്ത് ജനങ്ങൾ ഇത് അറിഞ്ഞല്ലോ എന്നുള്ള വിഷമവും ഹെലനുണ്ട്. അതാണല്ലോ ലൈറ്റ് വെട്ടത്തിൽ വെച്ച് ജനങ്ങൾ കാണുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ ഓടിച്ചു പോയത്. അവിടെ വെച്ച് നിർത്താൻ പറഞ്ഞ ഞാൻ ഫൂന്ന് ഊതുമ്പം പിന്നെ മൊത്തത്തിൽ അറിയൂലേ എന്ന് വിചാരിച്ചു. ഇപ്പം മൊത്തത്തിൽ അറിഞ്ഞില്ലേ, ന്യൂസുകാരെടുത്ത് എല്ലാ ന്യൂസിലും എടുത്ത് അങ്ങോട്ട് മൊത്തം ജനങ്ങൾ അറിഞ്ഞു. ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. അങ്ങനെ എല്ലാരും വിചാരിച്ച് നമ്മുടെ ജാസി ഇപ്പം വന്നിട്ട്, എലനെ അങ്ങനെയാണല്ലോ, ജാസിയെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ, എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുമായിരുന്നു. അപ്പം ജാസിയും അത് തിരിച്ച് ചെയ്യും എന്ന് ജനങ്ങൾ വിചാരിച്ചു. പക്ഷേ ജാസി അതിന് മറുപടിയുമായിട്ട് വന്നു. ജാസിയുടെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട, നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിൻ്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പാവം നല്ല മാന്യമായ രീതിക്ക് പറയുന്നുണ്ട്. ഇപ്പം ജാസിയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഹെലൻ അപ്പുറത്തിരുന്നും കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞനായിരുന്നു കേട്ടോ. പോട്ട്. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എൻ്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. എന്തൊരു ബഹുമാനത്തോടു കൂടി ആ ഓരോ വാക്കുകളും പറയുന്നുള്ളതാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് എന്നെ പറയണം. പാവം. ഇതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എൻ്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിൻ്റെയും എൻ്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണോ അത് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, അത് പറയണ്ടേന്ന് അത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ജാസി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അവൾ ആരോടെ പോയി ജീവിക്കട്ടെ, അവർ ജീവിക്കുകയല്ലേ. ഇപ്പം നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ ഒരു വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് ധന്യ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. എന്നാലും അവിടെ ഒരു കുത്തിയതാണ് ജാസി, കുടുംബക്കാരുടെ നിന്ന് വീഡിയോ എടുക്കാത്തത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ എൻ്റെ ഒരു ശത്രുവാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എൻ്റെ ശത്രുവിനൊരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോന് എന്താ പറയുക, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുകയുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പറഞ്ഞൊരു പൊന്നുസഖിയൊക്കെ കളിക്കണമെന്ന്. എന്തിന്? അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് അത് ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് കേട്ടല്ലോ ധന്യ. ഹെലനോസ് പാട്ട നമ്മളെ ജാസി പറഞ്ഞ കേട്ടല്ലോ. ഇതൊന്നും വേണ്ടായിരുന്നു. ഭർത്താവിനെ വണ്ടി ഓട്ടിക്കാനായിട്ട് ഇരുത്തിക്കൂടായിരുന്നു ആ കുട്ടി മദ്യപിച്ചെങ്കിൽ. അത് ചിലപ്പം ഭർത്താവ് അതിനെക്കാട്ടിയും പിറ്റായിരുന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും.
ഈ ഇൻഫ്ലുവൻസർമാർക്ക് എന്ത് പറ്റി? എല്ലാവർക്കും കൂട്ടയടിയാണല്ലോ, മൊത്തത്തിൽ കിടന്ന ആകെ കൊണ്ട് പ്രശ്നങ്ങൾ, ആകെ കൊണ്ട് കുഴപ്പങ്ങളും തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഹെലനോസ് പാട്രയുടെ കാര്യങ്ങൾ. ഞാനും വിചാരിച്ച് ജാസി ഒരു പൊന്നുസഖി കളിക്കുമായിരിക്കുമെന്ന്. എന്ത് മര്യാദയോടുകൂടി ജാസി വന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് പോയി.